വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് 2 എപ്പിസോഡ്സും 2020 ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനെ കുറിച്ചായിരുന്നു. അതിൽ ആദ്യത്തെ പാർട്ടിൽ ഈ മാർക്കറ്റ് ക്രാഷിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതുപോലെ രണ്ടാമത്തെ പാർട്ടിൽ ഈ മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2008 ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ഫോൾ എന്ന് പറയുന്നത് ഇതാണെന്ന്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ക്വിക്ക് ഗെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു 5 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം എന്ന് പറയുന്നത് 15-20 വർഷമാണ്, അല്ലാതെ 5-10 വർഷം അല്ല എന്നുള്ളത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിങ്ങൾ ഓൾറെഡി നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, കുറേ ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറയുന്നത് മൾട്ടി ഇയർ ലോസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്സ് മാത്രമല്ല, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എടുത്താലും അതിൻ്റെ NAV എന്ന് പറയുന്നത് മേ ബി ഒരു 2-3 ഇയർ ലോയിലായിരിക്കും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിലായാലും ശരി മ്യൂച്വൽ ഫണ്ട്സിലായാലും ശരി, നിങ്ങളുടെ ടൈം ഹൊറൈസൺ എന്ന് പറയുന്നത് ഒരു 15-20 വർഷം വേണമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഈ ചാർട്ടിൽ ഞാൻ റാൻഡമായിട്ട് പല സെക്ടേഴ്സിൽ നിന്ന് പിക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ബ്ലൂ ചിപ്പ് കമ്പനീസിൻ്റെ റിട്ടേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും 15 ഇയർ റിട്ടേണും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ HDFC ബാങ്കിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 8.9% ആണ് ഇപ്പം. അതുപോലെ 10 ഇയർ ആണെങ്കിൽ 15%, 15 ഇയർ ആണെങ്കിൽ 19% ഉണ്ട്. ഇനി ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത് അഗെയിൻ കൺസ്ട്രക്ഷനിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്നത്. അതിൻ്റെ 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നെഗറ്റീവാണ്. 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1% ഉള്ളൂ. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഫെയർ റിട്ടേൺസ് ആണ്. ഇനി SBI നോക്കുകയാണെങ്കിലും 5 ഇയർ റിട്ടേൺ നെഗറ്റീവാണ്. 10 ഇയർ റിട്ടേൺ ഓൾമോസ്റ്റ് 0 ആണ്. 15 ഇയർ നോക്കുകയാണെങ്കിൽ എബവ് FD ആണ്. ഇനി അതുപോലെ ഇൻഫോസിസ് നോക്കുകയാണെങ്കിൽ അഗെയിൻ 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും ലെസ് ദാൻ FD റിട്ടേൺസ് ആണ്. 15 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ഫെയർ റിട്ടേൺ തന്നെയാണ്. ഇനിയും ITC നോക്കുകയാണെങ്കിലും 5 ഇയർ റിട്ടേണും 10 ഇയർ റിട്ടേണും ഏകദേശം FD റിട്ടേൺസിനോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആണ്. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്. ഇനി സൺഫാർമ ആണെങ്കിൽ 5 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് -20% ആണ്. 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം FD റിട്ടേൺ ആണ്. 15 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഡീസൻറ്റുമാണ്. അതുപോലെ ഇതാണ് ടോപ്പ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം 5% മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ 5 ഇയർ റിട്ടേൺസും ചെക്ക് ചെയ്യുകയാണെങ്കിൽ FD റിട്ടേൺസിന് താഴെയേ ഉള്ളൂ. പക്ഷേ 10 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അഗെയിൻ 5% മുതൽ 12% വരെ ഉണ്ട്. പക്ഷേ എന്നാലും മിക്ക മ്യൂച്വൽ ഫണ്ട്സും ഇപ്പോഴത്തെ മാർക്കറ്റ് ക്രാഷിന് ശേഷം ലാസ്റ്റ് 10 ഇയർ റിട്ടേൺസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ FD റിട്ടേൺസിൽ താഴെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിപ്പം സ്റ്റോക്സിലായാലും ശരി മ്യൂച്വൽ ഫണ്ട്സിലായാലും ശരി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് 15 ഇയേഴ്സ് എങ്കിലും കാണുമെന്നുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രി ടൈമും കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് 15-20 ഇയേഴ്സ് എങ്കിലും ആയിരിക്കണം മിനിമം. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാനിക്കായിട്ട് ഒരു കാരണവശാലും സെല്ല് ചെയ്യാതിരിക്കുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ലോസസ് എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമുള്ള ലോസസ് ആണ്. പക്ഷേ നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് റിയൽ ആക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ സ്റ്റോക്സ് ഇതേപോലെ ഫോളോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഫോർ ഇൻസ്റ്റൻസ് മാർച്ച് 13 മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് 20% ലോവർ സർക്യൂട്ടിലോട്ടാണ് പോയത്. അന്നത്തെ ദിവസം നിഫ്റ്റിയും ലോവർ സർക്യൂട്ടിലാണ് പോയത്. സോ എക്സ്ചേഞ്ചസ് ട്രേഡിംഗ് ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് റിക്കവർ ചെയ്യുകയും ചെയ്തു. അന്ന് കൊട്ടാക് ബാങ്കിൻ്റെ സ്റ്റോക്ക് 20% ലോവർ സർക്യൂട്ടിൽ പോയത് വോളിയം ഇല്ലാതെയാണ്. അതായത് ആ സ്റ്റോക്ക് 20% താഴാൻ കാരണം അതിന് ബയേഴ്സ് ഇല്ലാഞ്ഞുകൊണ്ടാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ബയേഴ്സ് നിന്നു. അത് കഴിഞ്ഞ് സ്റ്റോക്ക് റീകവറും ചെയ്തു. സോ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് നിങ്ങൾ കാണുന്ന സ്റ്റോക്ക് പ്രൈസസ് എന്ന് പറയുന്നത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഒരു റീസണും ഇല്ലാതെ താഴോട്ട് 20% പോകുമ്പം അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലാതെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല. ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഫോർ ഇൻസ്റ്റൻസ് ഇതാണ് നിഫ്റ്റിയുടെ 99 മുതൽ 2020 വരെയുള്ള P/E റേഷ്യോ ഹിസ്റ്ററി. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ കളറും കാണാം, റെഡ് കളറും കാണാം. ഇതിൽ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ PE മൾട്ടിപ്പിൾ 20ക്ക് താഴെ പോകുമ്പോഴാണ് ഈ ഗ്രീൻ കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് 20ക്ക് മേലെ പോകുമ്പോഴാണ് റെഡ് കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PE മൾട്ടിപ്പിൾ 20ൽ ഒത്തിരി കൂടുമ്പോഴത്തേക്ക് അത് കൂടുതൽ റെഡ് ആയിക്കൊണ്ടിരിക്കും ഈ ചാർട്ടിൽ. അതുപോലെ നിഫ്റ്റിയുടെ PE മൾട്ടിപ്പിൾ 20ൽ ഒത്തിരി താഴുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഗ്രീൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് ആയിട്ട്
ഒറ്റത്തവണ മാത്രമേ ഇത് ഗ്രീൻ കളർ വന്നിട്ടുള്ളൂ. അതിനുശേഷം കംപ്ലീറ്റ് ഇത് റെഡാണ്. അത് ആക്ച്വലി കൂടുതൽ റെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് 1 ഇയർ ആയിട്ട്. അതായത് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നിഫ്റ്റിയുടെ വാല്യൂഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഭയങ്കര ഹൈ ആയിരുന്നു ഹിസ്റ്റോറിക്കലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇനി മാർച്ചിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് അറൌണ്ട് 8,000-ലാണെങ്കിൽ ഫെബ്രുവരി 2016 ശേഷം ആദ്യമായിട്ടായിരിക്കും ഈ ഗ്രാഫിൽ ഒരു ഗ്രീൻ കളർ വരുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പം ടി വിയിലും മീഡിയയിലെല്ലാം കാണുമായിരിക്കും മാർക്കറ്റ് ഇനിയും 6,000-ലോട്ട് പോകും, 5,000-ലോട്ട് പോകും, അല്ലെങ്കിൽ 4,000-ലോട്ട് പോകും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കേണ്ട സ്റ്റോക്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതിനുള്ള ഒരു ഫെയർ പ്രൈസ് അസൈൻ ചെയ്യുക. എന്നിട്ട് ആ സ്റ്റോക്സൊക്കെ നിങ്ങളുടെ ഫെയർ പ്രൈസിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പ്രീവിയസ് എപ്പിസോഡിലും പറഞ്ഞിരുന്നു, നിങ്ങളൊരു ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രാൻസാക്ഷനിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനായിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ മാർക്കറ്റിൻ്റെ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്സ് നിങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്ന ഫെയർ പ്രൈസിൽ എത്തുമ്പം മേടിക്കണമെന്ന് പറയാൻ കാര്യം, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൻ്റെ പാർട്ട് 1-ൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഫ്യൂച്ചർ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് മാർച്ച് 25-ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓൾമോസ്റ്റ് 15-18% ആണ് കയറിയത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് റിലയൻസ് ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്ക് തന്നെ റിലയൻസ് 15-18% ആണ് ഇന്ന് കയറിയത്. ഇതേപോലെ തന്നെയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗദി അരാംകോ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അന്നേരം ഇതേപോലെ തന്നെ 10-15% എന്തോ ആണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കയറിയത്. ആ ഡീല് നടന്നില്ല, പക്ഷേ അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ആ പ്രൈസ് അങ്ങ് ഡിസ്കൗണ്ട് ചെയ്യും. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. സോ ഈ ഡീൽ നടന്നാലും ഇല്ലെങ്കിലും മാർക്കറ്റ് ആ ന്യൂസ് അങ്ങ് ഡിസ്കൗണ്ട് ചെയ്യും. ഇത് തന്നെയായിരിക്കും കൊറോണ വൈറസിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഈ വൈറസ് കാരണം ഹോൾ എക്കോണമി അഫക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ക്വാർട്ടർ റിസൾട്ട്സ് വരുമ്പോഴത്തേക്ക് കമ്പനീസിൻ്റെ എല്ലാം ഏർണിങ്സ് താഴോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ വൈറസിൽ നിന്ന് ഫുള്ളി റീകവർ ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ എക്കോണമി ഫുള്ളി റീകവർ ചെയ്യുന്നതിന് മുമ്പോ മാർക്കറ്റ് റീകവർ ചെയ്യുമായിരിക്കും. അതുപോലെ ഈ സീരീസിലെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 2004-ലെ മാർക്കറ്റ് ക്രാഷിലും 2006-ലെ മാർക്കറ്റ് ക്രാഷിലും 2013-ലെ മാർക്കറ്റ് ക്രാഷിലും മാർക്കറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് റീകവർ ചെയ്തത്, ഒരു ബോട്ടം ഫോം ചെയ്തിട്ട്. അതുപോലെ 2000-ലും 2008-ലും 2015-ലും ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് എടുത്തു റീകവർ ചെയ്യാനായിട്ട്. സോ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് റീകവർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കില്ലെന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ലോ ക്വാളിറ്റി സ്റ്റോക്സിൽ എൻട്രി ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ ആവറേജ് ചെയ്യുകയോ ചെയ്യരുത്. ലോ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ജങ്ക് സ്റ്റോക്സ് വരും, പെന്നി സ്റ്റോക്സ് വരും, നെഗറ്റീവ് ഗ്രോത്ത് ഉള്ള കമ്പനീസ് വരും, അതുപോലെ ഹൈ ഡിവിഡൻഡ് ഈൽഡ് കൊടുക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റോക്സും വരും. ജങ്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 80-90% കറക്റ്റ് ചെയ്ത സ്റ്റോക്സ് ആണ്. അതുപോലെ പെന്നി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്സ് ആണ്. അതുപോലെ ലൂസേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് നെഗറ്റീവ് ഗ്രോത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസാണ്. അതായത് സെയിൽസ് താഴോട്ട്, പ്രോഫിറ്റ് താഴോട്ട്, അവരുടെ ഡെപ്റ്റ് ലെവൽസ് മേളിലോട്ട്. ഇങ്ങനത്തെ കമ്പനീസിനെയാണ് ലൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹൈ ഡിവിഡൻഡ് ഈൽഡ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ചില കമ്പനീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 9%, 10% ഒക്കെ കണ്ടേക്കാം. അതുപോലെ ചില PSU കമ്പനീസിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടൂടെ ഇല്ലാത്ത കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ ചിലപ്പം 8% ഒക്കെ കണ്ടേക്കാം. സോ അതിലും നിങ്ങൾ എൻട്രി ചെയ്യാതിരിക്കുക. അടുത്തത് SIP പറ്റിയാണ്. നിങ്ങളിപ്പം ഓൾറെഡി SIP ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇൻസ്റ്റഡ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക ഒരു 1-2 വർഷത്തേക്കെങ്കിലും. അതുപോലെ നിങ്ങളൊരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒറ്റ ട്രാൻസാക്ഷനിൽ ചെയ്യാതെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷനായിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിഫ്റ്റിയുടെ ലെവൽ 8,500 ആണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഡിസൈഡ് ചെയ്ത് വെക്കാം നിഫ്റ്റി ഓരോ 250 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ഇതുപോലൊരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് അത് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലാതെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡിങ്സിൽ നിന്നോ എക്സിറ്റ് ചെയ്യാതിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ഈ ചാർട്ട്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. FIIs സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയാണ്, അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് FIIs വാങ്ങിക്കുകയാണ്. പക്ഷേ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് FIIs വാങ്ങിക്കുമ്പോഴുമാണ്. സോ ഈ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 2007-ലും 2008-ലും FIIs വിൽക്കുകയായിരുന്നു, ആ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2009 മുതൽ 2014 വരെ FIIs നല്ല രീതിയിൽ വാങ്ങിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 2014-ൽ BJP ജയിച്ചപ്പം മാർക്കറ്റിലുണ്ടായ ബൂമിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും 2015 മുതൽ 2020 വരെ FIIs നല്ല രീതിയിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സമയത്തെല്ലാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുകയാണ്.
പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിച്ചിട്ടും മാർക്കറ്റ് ഇപ്പോഴും മൾട്ടി ഇയർ ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ലാസ്റ്റ് 5 വർഷം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് നല്ല റിട്ടേൺ കിട്ടുന്നത് മേ ബി അടുത്ത 5-10 വർഷത്തിനുള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് റീകവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡിംഗ്സോ എക്സിറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലാഭത്തിലുള്ള സ്റ്റോക്സ് വിറ്റിട്ട് നഷ്ടത്തിലുള്ള സ്റ്റോക്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അത് ആവറേജ് ചെയ്യാനോ ശ്രമിക്കില്ലെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നഷ്ടം തരുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ മേ ബി 5-10% കാണത്തുള്ളായിരിക്കും. സോ നിങ്ങളത് കൂടുതൽ ആവറേജ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ നഷ്ടവും അവിടെ കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇനി നിങ്ങളത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലാഭത്തിലുള്ള സ്റ്റോക്സ് ചിലപ്പം കൂടുതൽ ലാഭമാകാനായിരിക്കും ചാൻസ് കൂടുതൽ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ പ്ലേ ചെയ്യാതിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ലെവറേജ് തരുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാതിരിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പല സ്റ്റോക്സിൻ്റെയും പ്രൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ സ്റ്റോക്സൊക്കെ എങ്ങോട്ടാണ് ഇനി മൂവ് ചെയ്യുന്നതെന്നുള്ളത്. സോ നിങ്ങളിപ്പം പിക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് അതിപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആയാലും ശരി, അതൊരു ബെയർ ഫേസിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിപ്പോൾ ഒരു നൈറ്റ് മെയർ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺ ക്യാപിറ്റൽ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതുപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്യുക, ലെവറേജും അവോയ്ഡ് ചെയ്യുക, പേഴ്സണൽ ലോണോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് വരുവാണെങ്കിൽ അതും അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇക്വിറ്റിയിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അടുത്തത് സ്റ്റോക്ക് ടിപ്സിനെ പറ്റിയും റെക്കമെൻഡേഷൻസിനെ പറ്റിയാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും വാങ്ങിക്കാൻ പോകരുത്. നിങ്ങളുടെ ബൈയിങ് ഡിസിഷനോ സെല്ലിംഗ് ഡിസിഷനോ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്സ് വാങ്ങിക്കാതെ ഒരു മ്യൂച്വൽ ഫണ്ട് ത്രൂ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ, അതും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്തിട്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്റ്റോക്ക് ഗുരൂസിനെയോ അല്ലെ വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെയോ അല്ലെ CNBCയിലെ എക്സ്പേർട്സ് പറയുന്നതോ കേട്ടിട്ട് പോയി ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഈ മീഡിയയിൽ വന്നിട്ട് അവർ വാങ്ങിച്ചിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് നടത്തുന്നത്. അതായത് അവരൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് പബ്ലിക്കിനോട് പറയുന്നതോ. പക്ഷേ അവർ സെല്ല് ചെയ്യുന്നതിന് മുമ്പേ ഒരിക്കലും അവർ അനൗൺസ് ചെയ്യത്തില്ല ഞാനിത് സെല്ല് ചെയ്യാൻ പോവാണെന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സ് എപ്പോൾ വാങ്ങിക്കണമെന്നും എപ്പോൾ വിൽക്കണമെന്നും അവർക്കറിയാം, പക്ഷെ നമുക്കതറിയില്ല. ഇനി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തരാം. ഈ വാല്യൂ ഇൻവെസ്റ്ററിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, പൊറിഞ്ചു വെലിയത്ത്. പുള്ളി സ്ഥിരം CNBCയിൽ വരുന്ന ഒരാളായിരുന്നു. മാത്രമല്ല പുള്ളി ട്വിറ്ററിനും നല്ല ആക്റ്റീവായിരുന്നു. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് CNBC അങ്ങനെ കാണാറില്ല, അതുകൊണ്ട് പുള്ളി ഇപ്പോൾ അതിൻ്റെ അത് വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുള്ളി ഫ്രീക്വൻ്റ് ആയിട്ട് CNBCയിൽ വരാൻ തുടങ്ങിയത് 2015 ബെയർ മാർക്കറ്റിൻ്റെ സമയത്തായിരുന്നു. അന്നത്തെ ബെയർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫേസിൽ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 9000 ലെവലിൽ നിന്ന് 8000 ലെവലിലോട്ടായിരുന്നു വന്നിരുന്നത്. സോ ജൂൺ 22, 2015 നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 9000 നിന്ന് 1000 പോയിൻറ്റ്സ് കറക്റ്റ് ചെയ്ത് 8000 ലെവലിൽ എത്തിയപ്പോഴത്തേക്ക് പുള്ളി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്താണ് ആ 8000 ലെവലാണ് നിഫ്റ്റിയുടെ ബോട്ടം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി 2016 നിഫ്റ്റി 6800 ലെവൽസിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് 1,600 പോയിൻറ്റ് റീകവർ ചെയ്ത് 7500 ലെവൽസിലോട്ടെത്തി. അപ്പോൾ പുള്ളി എഗെയിൻ ഒരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തു, അതാണ് നിഫ്റ്റിയുടെ ബോട്ടം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളി ജൂണിൽ പോസ്റ്റ് ചെയ്ത ബോട്ടത്തിനെ പറ്റി ഞാൻ ചോദിച്ചു. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പുള്ളി എന്നെ ട്വിറ്ററിൽ ബ്ലോക്കും ചെയ്തു. അതിൽ നിന്ന് ഒരു കാര്യമാണ് പറയാനുള്ളത്, ഈ വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ അവർ ഇതുപോലെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെങ്കിലും അത് ഫോളോ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുമായിരിക്കും. അപ്പം ഇവർക്ക് എന്തായാലും പ്രശ്നം വരത്തില്ല, പക്ഷേ ആ ഡിസിഷൻ എടുക്കുന്നവർക്കായിരിക്കും പ്രശ്നം. പുള്ളി എന്നെ ട്വിറ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ പുള്ളിയെ പറ്റി ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ട്വിറ്ററിൻ്റെ അകത്തോ കാണുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എന്താണ് ചെക്ക് ചെയ്യാറുണ്ട്. സോ അങ്ങനെ കണ്ട ഒരു കാര്യമാണ് ഇത്. ഏപ്രിൽ 21 രാവിലെ 7:15 പുള്ളി ഈ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈസ്റ്റേൺ ട്രെഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 95 രൂപയാണ്. ഈ കമ്പനിക്ക് എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പ്രൊഫഷണൽ ആവുകയാണ്. അപ്പം പുള്ളി ഇൻവെസ്റ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പുള്ളി അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്റ്റോക്ക് 20% അപ്പർ സർക്യൂട്ടിലാണ് പോയത്. പുള്ളി ആ സ്റ്റോക്ക് ട്വിറ്ററിൽ റെക്കമെൻഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് പുള്ളിയുടെ 62,385 ഷെയർസ് ഉണ്ടായിരുന്നു ആ കമ്പനിയുടെ. അത് നമുക്ക് ആ കമ്പനിയുടെ FY 2016 ആനുവൽ റിപ്പോർട്ടിൻ്റെ അത് കാണാവുന്നതാണ്. ഇനി ആ കമ്പനിയുടെ 2017 ആനുവൽ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പുള്ളി മെയിലും ജൂണിലുമായിട്ട് പുള്ളിയുടെ എൻറ്റയർ സ്റ്റേക്കും വിറ്റിരിക്കുകയാണ്. അതായത് ട്വിറ്ററിൽ പുള്ളി ഈ കമ്പനിയിൽ ഇൻവെസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അതിൽ നിന്ന് എക്സിറ്റും ചെയ്തു. പക്ഷേ എക്സിറ്റ് ചെയ്ത കാര്യം ട്വിറ്ററിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇതാണ് ആ കമ്പനിയുടെ ലോങ് ടേം ചാർട്ട് എന്ന് പറയുന്നത്. പുള്ളി എൻട്രി ചെയ്തിരിക്കുന്നത് 25 റേഞ്ചിലാണ്, എക്സിറ്റ് ചെയ്തിരിക്കുന്നത് 150 റേഞ്ചിലാണ്. ഇപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും 25 തന്നെ ഉള്ളൂ. അതായത് ലോങ് ടേമിൽ നല്ലതാണെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ് വീണ്ടും അത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തിയത്.
ഇതിനെപ്പറ്റിയും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു വാല്യൂ ഇൻവെസ്റ്ററാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യാനും പറ്റും. പക്ഷേ ആ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നഷ്ടം സഹിക്കാൻ പോകുന്നത് നിങ്ങൾ മാത്രമാണ്. കാരണം പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇഷ്ടമുള്ളപ്പോൾ അത് എക്സിറ്റും ചെയ്തു, പുള്ളിയുടെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺസും കൊടുത്തു. പക്ഷേ നിങ്ങൾ അത് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ ലോസ് നിങ്ങൾക്ക് മാത്രമാണ്. ഇതേപോലെയാണ് CNBCയിൽ വരുന്ന പല മൾട്ടി ബാഗർ റെക്കമെൻഡേഷൻസും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.